വെൽക്കം ടു ഗ്രേസ് പാത്ത്. ഹോർമോണുകളുടെ ഏറ്റക്കുറച്ചിൽ മൂലമുണ്ടാകുന്ന രോഗങ്ങളിൽ പ്രമേഹം കഴിഞ്ഞാൽ ഏറ്റവും സാധാരണയായി കാണുന്നത് തൈറോയ്ഡ് രോഗങ്ങളാണ്. ഇവ നിർണ്ണയിക്കാനായി ചെയ്യുന്ന TSH ടെസ്റ്റിൽ വാല്യൂ കൂടിയാലോ കുറഞ്ഞാലോ ഏതാണ് പ്രശ്നമെന്ന് എപ്പോഴും കേൾക്കാറുള്ള ഒരു സംശയമാണ്. ഇന്നത്തെ വീഡിയോയിൽ തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റ് എങ്ങനെ വിലയിരുത്താം എന്നും തൈറോയ്ഡ് ആന്റിബോഡി ടെസ്റ്റുകളുടെ പ്രാധാന്യം എന്തെന്നുമൊക്കെ വിശദമാക്കുന്നു. നമ്മുടെ കഴുത്തിന്റെ മുന്നിലായി ചിത്രശലഭത്തിന്റെ ആകൃതിയിൽ കാണപ്പെടുന്ന ഒരു ഗ്രന്ഥിയാണ് തൈറോയ്ഡ് ഗ്ലാൻഡ്. ശരീരത്തിലെ ഉപാപചയ പ്രവർത്തനങ്ങളിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ്. തൈറോക്സിൻ അഥവാ T4, ട്രൈഐഡോതൈറോണിൻ അഥവാ T3 എന്നിവയാണ് തൈറോയ്ഡ് ഹോർമോണുകൾ. തൈറോയ്ഡ് ഹോർമോണുകളുടെ ഉൽപ്പാദനത്തെ പിറ്റ്യൂട്ടറി ഗ്രന്ഥി പുറപ്പെടുവിക്കുന്ന TSH അതായത് തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോണും TSHന്റെ ഉൽപ്പാദനത്തെ ഹൈപ്പോതലാമസ് പുറപ്പെടുവിക്കുന്ന TRH അതായത് തൈറോട്രോപ്പിൻ റിലീസിംഗ് ഹോർമോണും നിയന്ത്രിക്കുന്നു. തൈറോയ്ഡ് ഹോർമോണിന്റെ പ്രവർത്തനങ്ങൾ കൂടുന്നതും കുറയുന്നതും വ്യത്യസ്ത ലക്ഷണങ്ങളാണ് ഉണ്ടാക്കുന്നത്. തൈറോയ്ഡ് ഹോർമോൺ കൂടുന്ന അവസ്ഥയാണ് ഹൈപ്പർ തൈറോയിഡിസം. ഭാരം വല്ലാതെ കുറയുക, അമിതമായ ഉത്കണ്ഠ ഉണ്ടാവുക, ചൂട് ഒട്ടും സഹിക്കാൻ പറ്റാത്ത അവസ്ഥ, അമിതമായ വിയർപ്പ്, നെഞ്ചിടിപ്പ്, വിറയൽ, കണ്ണുകൾ തുറിച്ചു കാണപ്പെടുക ഇവയൊക്കെയാണ് ഹൈപ്പർ തൈറോയിഡിസത്തിന്റെ ലക്ഷണങ്ങൾ. നേരെ മറിച്ച് തൈറോയ്ഡ് ഹോർമോൺ കുറയുന്ന അവസ്ഥയാണ് ഹൈപ്പോ തൈറോയിഡിസം. അമിതഭാരം, മുടികൊഴിച്ചിൽ, മലബന്ധം, തണുപ്പ് സഹിക്കാൻ വയ്യായിക, സ്ത്രീകളിൽ അമിത രക്തസ്രാവം ഇവയൊക്കെയാണ് ഹൈപ്പോ തൈറോയിഡിസത്തിന്റെ ലക്ഷണങ്ങൾ. തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റുകളെ പറ്റി നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റുകളിൽ ഏറ്റവും സാധാരണയായി ചെയ്യപ്പെടുന്നത് TSH ടെസ്റ്റ് ആണ്. T3, T4 എന്നീ തൈറോയ്ഡ് ഹോർമോണുകൾ കുറവാകുന്ന ഹൈപ്പോ തൈറോയിഡിസമിൽ ഇവയുടെ ഉൽപ്പാദനം കൂട്ടാനായി പിറ്റ്യൂട്ടറിയിൽ നിന്ന് കൂടുതൽ TSH ഉണ്ടാകുന്നത് നിമിത്തം TSHന്റെ വാല്യൂ ഉയർന്നു നിൽക്കും. ഹൈപ്പർ തൈറോയിഡിസം ആണെങ്കിൽ നേരെ തിരിച്ചു, അതായത് T3, T4 ഉയർന്നും TSH താഴ്ന്നും കാണപ്പെടും. TSH വാല്യൂ ചെക്ക് ചെയ്യുമ്പോൾ അത് നോർമലിൽ നിന്നും ഉയർന്നോ താഴ്ന്നോ ആണ് കാണപ്പെടുന്നതെങ്കിൽ തീർച്ചയായും T3യും T4ഉം കൂടി ചെക്ക് ചെയ്യേണ്ടതുണ്ട്. T3, T4 എന്നിവ രക്തത്തിൽ ചില പ്രോട്ടീൻസുമായി കൂടിച്ചേർന്നാണ് കാണപ്പെടുക. ഇതിനെയാണ് നമ്മൾ ബൗണ്ട് ഫോം എന്ന് പറയുക. ഗർഭിണികളിൽ മറ്റും ഈ പ്രോട്ടീൻ ലെവലിന്റെ അളവ് വ്യത്യാസം വരുന്നത് മൂലം T3, T4ന്റെ വാല്യൂ വ്യത്യാസം വരാം. അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ ഫ്രീ ഫോം അല്ലെങ്കിൽ അൺബൗണ്ട് ഫോം ചിലപ്പോൾ ചെക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ ടോട്ടൽ T4 എന്നാൽ ബൗണ്ട് ഫോമും ഫ്രീ ഫോമും കൂടി ഉള്ള ആകെ തുകയാണ്. ഫ്രീ T4 എന്നാൽ അൺബൗണ്ട് ഫോമാണ് ഉദ്ദേശിക്കുന്നത്. ചിലപ്പോൾ ഫ്രീ തൈറോക്സിൻ ഇൻഡെക്സ് അഥവാ FTIയും കണക്കാക്കാറുണ്ട്. തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റുകളുടെ നോർമൽ വാല്യൂസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. TSHന്റെ നോർമൽ റേഞ്ച് 0.4 to 4 മില്ലി ഇന്റർനാഷണൽ യൂണിറ്റ് പെർ ലിറ്റർ ആണ്. ഇത് പ്രായമനുസരിച്ച് വ്യത്യാസങ്ങൾ കാണിക്കാം. ടോട്ടൽ T4 5.4 to 11.5 മൈക്രോഗ്രാം പെർ ഡെസിലിറ്ററും ഫ്രീ T4 0.7 to 1.8 നാനോഗ്രാം പെർ ഡെസിലിറ്ററും ടോട്ടൽ T3 80 to 220 നാനോഗ്രാം പെർ ഡെസിലിറ്ററും ഫ്രീ T3 260 to 480 പൈക്കോഗ്രാം പെർ ഡെസിലിറ്ററും ആണ്. ഇനി തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റ് എങ്ങനെ വിലയിരുത്താം? തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റിന്റെ ഡയറക്റ്റ് റെപ്രസെന്റേഷനായി നമ്മൾ കണക്കാക്കുന്നത് TSHന്റെയും ഫ്രീ T4ന്റെയും അളവുകളാണ്. അതായത് TSH ഉയർന്നും ഫ്രീ T4 താഴ്ന്നും കാണപ്പെടുകയാണെങ്കിൽ അത് തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രശ്നം കാരണം ഉണ്ടാകുന്ന ഹൈപ്പോ തൈറോയിഡിസമായി കണക്കാക്കാം. TSH താഴ്ന്നും അതേസമയം തന്നെ ഫ്രീ T4ന്റെ ലെവലും താഴ്ന്നും കാണപ്പെടുകയാണെങ്കിൽ അത് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ പ്രോബ്ലം കാരണം ഉണ്ടാകുന്ന ഹൈപ്പോ തൈറോയിഡിസമായി കണക്കാക്കാം. TSH താഴ്ന്നും അതേസമയം ഫ്രീ T4 ഉയർന്നും കാണപ്പെടുകയാണെങ്കിൽ അത് ഹൈപ്പർ തൈറോയിഡിസം ആണ്. T3 ചിലപ്പോൾ സിവിയർ ഹൈപ്പോ തൈറോയിഡിസം ഉള്ള ആളുകൾക്ക് പോലും നോർമലായി കാണപ്പെട്ടേക്കാം.
പ്രധാനമായും ഹൈപ്പർ തൈറോയിഡിസം ഡയഗ്നോസ് ചെയ്യാനാണ് T3 കൂടുതലായിട്ട് ഉപയോഗിക്കാറ്. ചിലർ ഫ്രീ T3, റിവേഴ്സ് T3 എന്നീ വാല്യൂസ് ചെക്ക് ചെയ്യാറുണ്ടെങ്കിലും ഇത് ക്ലിനിക്കൽ ഡയഗ്നോസിസിന് അധികം ഉപകാരപ്പെടുന്നത് അല്ല. തൈറോയിഡ് ആന്റിബോഡികളെ പറ്റി നമുക്ക് പഠിക്കാം. തൈറോയിഡ് ഹോർമോണുകളുടെ അളവ് കുറയുകയോ കൂടുകയോ ചെയ്യുന്നത് ഏതെങ്കിലും ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾ മൂലമാണോ എന്ന് കണ്ടെത്താനുള്ള ടെസ്റ്റുകളാണ് തൈറോയിഡ് ആന്റിബോഡി ടെസ്റ്റുകൾ. പ്രധാനമായും 3 തൈറോയിഡ് ആന്റിബോഡികളാണ് ടെസ്റ്റ് ചെയ്യപ്പെടാറ്. ഒന്ന് തൈറോയിഡ് പെറോക്സിഡേസ് ആന്റിബോഡി, മറ്റൊന്ന് തൈറോഗ്ലോബുലിൻ ആന്റിബോഡി, മറ്റൊന്ന് TSH റിസപ്റ്റർ ആന്റിബോഡി അല്ലെങ്കിൽ തൈറോട്രോപ്പിൻ റിസപ്റ്റർ ആന്റിബോഡി. ഈ ടെസ്റ്റുകൾ നെഗറ്റീവ് ആണെങ്കിൽ തൈറോയിഡ് ഹോർമോണുകൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് കൊണ്ടല്ല എന്ന് അനുമാനിക്കാം. തൈറോയിഡ് ആന്റിബോഡീസിന്റെ നോർമൽ റേഞ്ച് ആണ് ഈ സ്ലൈഡിൽ കാണുന്നത്. തൈറോയിഡ് പെറോക്സിഡേസ് ആന്റിബോഡി എന്റെ നോർമൽ ലെവൽ <34 ഇന്റർനാഷണൽ യൂണിറ്റ് പെർ ml ആണ്. ഇതാണ് ഏറ്റവും സാധാരണയായി ചെയ്യപ്പെടുന്ന തൈറോയിഡ് ആന്റിബോഡി ടെസ്റ്റ്. തൈറോയിഡ് രോഗമില്ലാത്ത ഏകദേശം 10% ആളുകളിലും ഈ TPO ആന്റിബോഡി പോസിറ്റീവായിട്ട് കാണാം. രോഗനിർണയത്തിന് ശേഷം TPO ആന്റിബോഡി കൂടെ ടെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് പ്രയോജനമൊന്നുമില്ല. ഇനി തൈറോഗ്ലോബുലിൻ ആന്റിബോഡി. തൈറോഗ്ലോബുലിൻ എന്നാൽ നോർമൽ തൈറോയിഡ് സെൽസും അതുപോലെ തന്നെ തൈറോയിഡ് ക്യാൻസർ സെൽസും മറ്റും ഉണ്ടാക്കുന്ന ഒരു പ്രോട്ടീനാണ്. തൈറോഗ്ലോബുലിൻ സാധാരണയായിട്ട് നമ്മൾ തൈറോയിഡ് ക്യാൻസറിന്റെ ശസ്ത്രക്രിയയും റേഡിയേഷനും കഴിഞ്ഞ് ഈ രോഗം വീണ്ടും വരുന്നുണ്ടോ എന്ന് കണ്ടെത്താനായിട്ട് ടെസ്റ്റ് ചെയ്യാറുണ്ട്. ആ സമയത്ത് നമ്മൾ സീറം തൈറോഗ്ലോബുലിനും അതുപോലെ തന്നെ ആന്റി തൈറോഗ്ലോബുലിൻ ആന്റിബോഡിയും കൂടി ഒരുമിച്ചാണ് ടെസ്റ്റ് ചെയ്യാറ്. അതാണ് ഇത് കോമൺ ആയിട്ട് ചെയ്യുന്ന ഒരവസ്ഥ. തൈറോഗ്ലോബുലിൻ ആന്റിബോഡി സാധാരണയായി നമ്മൾ തൈറോഗ്ലോബുലിൻ ആന്റിബോഡി ഡോക്ടർ നിർദ്ദേശിച്ചാൽ അത് ഗൂഗിളിലും മറ്റും സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ അത് ക്യാൻസറുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ട് കാണുന്നത് കൊണ്ട് തന്നെ ആളുകൾ ഭയന്നു പോകാറുണ്ട്. ഇത് ഇങ്ങനെയുള്ള അവസരങ്ങളിൽ മാത്രമല്ല തൈറോഗ്ലോബുലിൻ ആന്റിബോഡി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസും മറ്റും ഡയഗ്നോസ് ചെയ്യാനായിട്ടും ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ട് അത്തരം ഭയങ്ങൾ ആവശ്യമില്ല. തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഇമ്മ്യൂണോഗ്ലോബുലിൻ ആന്റിബോഡി അത് പ്രധാനമായും നമ്മൾ ഗ്രേവ്സ് ഡിസീസ് എന്ന ഓവർ ആക്റ്റീവ് തൈറോയിഡ് ഉണ്ടാക്കുന്ന ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിന് ഉള്ള ടെസ്റ്റാണ്. ഈ തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഇമ്മ്യൂണോഗ്ലോബുലിൻ ആന്റിബോഡി ഗ്രേവ്സ് ഡിസീസിന് സ്പെസിഫിക് ആണ്. തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഇമ്മ്യൂണോഗ്ലോബുലിൻ ആന്റിബോഡിയുടെ നോർമൽ റേഞ്ച് <0.55 ഇന്റർനാഷണൽ യൂണിറ്റ് പെർ ലിറ്റർ ആണ്. എങ്ങനെയാണ് ഇത് ഹൈപ്പോതൈറോയിഡിസമിലും ഹൈപ്പർ തൈറോയിഡിസമിലും ഈ ആന്റിബോഡി ടെസ്റ്റ് നമ്മളെ സഹായിക്കുന്നത്? ഹൈപ്പോതൈറോയിഡിസമിന്റെ ലക്ഷണങ്ങൾ ഉള്ള ഒരാളിൽ ആന്റി TPO ആന്റിബോഡി പോസിറ്റീവ് ആണെങ്കിൽ അത് ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് എന്ന ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിന്റെ ഡയഗ്നോസിസ് ആണ്. ഈ ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസിൽ തന്നെ തൈറോഗ്ലോബുലിൻ ആന്റിബോഡിയും പോസിറ്റീവ് ആകാം. ഹൈപ്പർ തൈറോയിഡിസം ഉള്ള ഒരാളിൽ TSH റിസപ്റ്റർ ആന്റിബോഡി പോസിറ്റീവ് ആയാൽ ഗ്രേവ്സ് ഡിസീസ് എന്ന ഓവർ ആക്റ്റീവ് തൈറോയിഡ് ഓട്ടോ ഇമ്മ്യൂൺ ആയിട്ടുണ്ടാകുന്ന ഈ ഓവർ ആക്റ്റീവ് തൈറോയിഡ് ആണെന്ന് ഡയഗ്നോസ് ചെയ്യാം. ഇവിടെയും TPO ആന്റിബോഡിയും പോസിറ്റീവ് ആകാം. അതായത് ഗ്രേവ്സ് ഡിസീസിലും ആന്റി TPO ആന്റിബോഡി പോസിറ്റീവ് ആകാം. ഇനി ആന്റി TPO ആന്റിബോഡി തൈറോയിഡ് ഡിസീസ് ഒന്നുമില്ലാത്ത ഒരു 10% ആളുകളിലും പോസിറ്റീവായിട്ട് കാണാം. അതുകൊണ്ട് തൈറോയിഡ് രോഗ ലക്ഷണങ്ങൾ ഉള്ളപ്പോഴാണ് ഇതിന്റെ പോസിറ്റിവിറ്റി ഇമ്പോർട്ടൻ്റ് ആകുന്നത്. ഇനി ഇത് ഇനിഷ്യൽ ഡയഗ്നോസിസിനാണ് കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യുക. ഇനിഷ്യൽ ഡയഗ്നോസിസ് കഴിഞ്ഞാൽ കൂടെ ഇത് അനാവശ്യമായിട്ട് റിപ്പീറ്റ് ചെയ്യുന്നതുകൊണ്ട് ഫലമില്ല. അതേസമയം TRAB തൈറോട്രോപ്പിൻ റിസപ്റ്റർ ആന്റിബോഡി ഇനിഷ്യൽ ഡയഗ്നോസിസ് കഴിഞ്ഞാലും ഗ്രേവ്സ് ഡിസീസിന്റെ ട്രീറ്റ്മെന്റിന്റെ റെസ്പോൺസ് അറിയാനായിട്ട് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നമുക്ക് റിപ്പീറ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. തൈറോയിഡ് ഫംഗ്ഷനിലുള്ള ഏറ്റക്കുറച്ചിലുകൾ കണ്ടെത്താൻ ചെയ്യാവുന്ന ഏറ്റവും ബേസിക് ടെസ്റ്റ് TSH ആണ്.
TSH അബ്നോർമൽ ആണെങ്കിൽ ഫ്രീ T4 കൂടി ചെയ്യുന്നത് കൃത്യത വർദ്ധിപ്പിക്കും. തൈറോയ്ഡ് ഫംഗ്ഷനിൽ വ്യത്യാസം കണ്ടെത്തിയാൽ അതിന്റെ കാരണം കണ്ടെത്താനാണ് ആന്റിബോഡി ടെസ്റ്റുകൾ. കാരണം കണ്ടെത്തി ചികിത്സ ചെയ്താലും ആന്റിബോഡി വീണ്ടും രക്തത്തിൽ നിലനിൽക്കാമെന്നുള്ളതുകൊണ്ട് 10% വരുന്ന ആളുകളിൽ തൈറോയ്ഡ് രോഗമില്ലാതെ തന്നെ ആന്റിബോഡി ഉണ്ടാകാം എന്നുള്ളത് കൊണ്ടും ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അല്ലാതെ ആന്റിബോഡി ടെസ്റ്റുകൾ ചെയ്യുന്നതും ആവർത്തിക്കുന്നതും പ്രയോജനരഹിതമാണ്. ഈ വീഡിയോ തീർച്ചയായിട്ടും തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റ് വിലയിരുത്താനും അതുപോലെ തന്നെ തൈറോയ്ഡ് ആന്റിബോഡി ടെസ്റ്റുകളുടെ പ്രാധാന്യം എന്തെന്ന് മനസ്സിലാക്കാനും നിങ്ങളെ സഹായിച്ചു എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും കമന്റ്സ് ആയിട്ട് രേഖപ്പെടുത്തുകയും ചെയ്യുക. താങ്ക് യു.